തമിഴ്നാടിന്റെ CM നമ്മുടെ സ്വന്തം വിജയ് CM ആയിട്ട് ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ? മദ്യം കംപ്ലീറ്റ്ലി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വളരെ നല്ല കാര്യം തന്നെയാണ്. മദ്യമാണ് ഗവൺമെന്റിന്റെ മെയിൻ വരുമാനം എന്ന് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ പറയണേക്കാം. അത്രയും ബാറുകൾ അടച്ചുപൂട്ടിയ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റി എല്ലാ ബാറും ഓപ്പൺ ആക്കിയിട്ട് നമ്മളെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇന്നസെന്റിനെ കൊണ്ടും അതേപോലെ നമ്മളെ ലളിത അതേപോലെ ഇവരെ കൊണ്ടൊക്കെ ഒരു പരസ്യം പറയിച്ചിട്ടുണ്ട്, മദ്യ വിമുക്ത കേരളം, മദ്യം ഒഴിവാക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ആ പറഞ്ഞ ഓപ്പൺ ആക്കി അതിന്റെ പുറമെ എക്സ്ട്രാ കുറെ ബാറും മദ്യശാലയും കൂടി ഓപ്പൺ ആക്കിയിട്ടുള്ള നമ്മളെ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാറുണ്ടല്ലോ, അദ്ദേഹം അതുപോലെ ആയി പോവാതിരുന്നാൽ മതി. അതുപോലെ ആവൂലെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ഇതിൽ പറയട്ടെ, നമ്മുടെ നാട്ടിൽ മദ്യം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്ത് പയമ്പരാഗ് പോലെയുള്ള ലഹരി വസ്തുക്കൾ, ചെറിയ രീതിയിലുള്ള ലഹരി വസ്തുക്കളെല്ലാം അതും സ്റ്റോപ്പ് ചെയ്ത സമയത്താണ് MDMA പോലെയുള്ള വളരെ വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കളിലേക്കുള്ള ഒരു ആശ്രയിക്കൽ തുടങ്ങിയത് ജനങ്ങൾ. അത് ഒരുപാട് ഇങ്ങനെ വന്നു, ഒരുപാട് പേരുണ്ടായി. അത് കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ച ആൻസി പയമ്പരാഗ് പോലുള്ള ചെറിയ ലഹരി വസ്തുക്കൾ അങ്ങ് നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മളൊരു ലഹരി വിമുക്ത നാടായി മാറുന്നത്. സംഭവിച്ചത് മറ്റൊന്നാണ്. ഇതിനും വീര്യം കൂടിയ ലഹരി വസ്തുക്കൾ മറ്റുള്ള ജനങ്ങളിലിടയിലേക്ക് ബൾക്കായിട്ട് വരാൻ തുടങ്ങി. അവരതിനെ ആശ്രയിച്ചു. ചെറിയ ലഹരി ഉപയോഗിച്ചവർക്കൊന്നും കിക്ക് കിട്ടാതെ, അത് കിട്ടാതായപ്പോൾ വലിയ ലഹരിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നിട്ട് വലിയ രീതിയിൽ സ്വന്തം അമ്മയെ വരെ കട്ട് ആൻഡ് പേസ്റ്റ് ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതുപോലെ ആവാതിരിക്കട്ടെ. ചെറിയ ലഹരി വസ്തുക്കളൊക്കെ ഒഴിവാക്കി വലിയ ലഹരി വസ്തുക്കൾ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടിൽ വരുന്നത് നിർത്തലാക്കാൻ പറ്റാത്ത രീതിയിൽ മാറാതിരിക്കട്ടെ ബഹുമാനപ്പെട്ട വിജയ് സാറിന്.